ഹലോ, ഇന്ന് ഞാൻ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ റെഡിയാക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, 3/4 കപ്പ് അമൃതപ്പൊടിയിലേക്ക് നമ്മൾ ഒരു 4.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പഞ്ചസാര സിറപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ എങ്ങനെ നമുക്ക് റെഡിയാക്കാം എന്നുള്ളത് നോക്കാം. 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളവും 1 നുള്ളി ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് നമ്മളുടെ ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പിൻ്റെ റെസിപ്പി അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊന്നും മാറ്റി വെക്കാം. ഗുലാബ് ജാമുൻ റെഡിയാക്കാനായിട്ട് നമുക്കിനി പൊടി കുഴച്ചെടുക്കണം. അതിന് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ഞാൻ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ചേർക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് വേണം നല്ല പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി കുഴക്കണ പോലെ സോഫ്റ്റായിട്ട് വേണം നമ്മളുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വെള്ളം കുറഞ്ഞു പോയാൽ നമ്മളുടെ ഗുലാബ് ജാമുന് ഹാർഡായി പോകും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ മാവ് ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് റെഡിയാക്കാം. നമ്മുടെ ഗുലാബ് ജാമുനുള്ള ബോൾസ് റെഡിയാക്കാനായിട്ട് ആദ്യമേ കയ്യിൽ കുറച്ച് നെയ്യ് തേക്കുന്നുണ്ട്. അത് ക്രാക്സ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഓരോ ഉരുളകൾ എടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ക്രാക്സ് ഒന്നും വീഴാതെ ഉള്ള ബോൾസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് നമ്മളുടെ ബോൾസ് റെഡിയാക്കാൻ. ഗുലാബ് ജാമുനുള്ള ബോൾസ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിരുന്നു. ഓയിൽ നല്ല ചൂടായി വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ബോൾസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബോൾസ് പൊരിച്ചെടുക്കുന്നത്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മളുടെ ഗുലാബ് ജാമുന് ബോൾസ് പെട്ടെന്ന് പുറം ഭാഗം മുരിഞ്ഞു പോയിട്ട് ഉള്ളിൽ വേവാൻ പണിയായി വരും. അപ്പം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. ഈ പാകത്തിന് വേണം നമുക്ക് നമ്മളുടെ ഗുലാബ് ജാമുനുള്ള ബോൾസ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗുലാബ് ജാമുന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെ സപ്പോർട്ട്